ഇരുധ്രുവം. രചന ആത്തൂസ് മഹാദേവ്. അവതരണം സാലിം കരുളായി. ഉറങ്ങുന്നില്ലേ? സമയം ഒരുപാട് വൈകിട്ടും ഉറങ്ങാതെ കിടക്കുന്ന രാമനെ കണ്ട് ഗീതികൾക്കരികിലായി വന്നിരുന്നു. എൻ്റെ ഉറക്കം നഷ്ടമായിട്ട് വർഷങ്ങളാവുന്നു. എനിക്കെൻ്റെ മകനെയും ഭാര്യയും എന്ന് നഷ്ടമായോ? അന്ന് മരിച്ചതാ ഞാൻ. ഹായ്, എനിക്കിനി എന്തുറക്കം? അയാളുടെ വാക്കുകളിൽ പ്രകടമായത് നീരസമായിരുന്നു. മറുപടി ഒന്നും പറയാതെ അവർ അയൽക്കരികിൽ നിന്നും എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും റാമ കൈകളിൽ പിടിച്ച് തനിക്ക് അരികിലായി തന്നെ ഇരുത്തി. ഞാൻ തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലടൂ. അജൂട്ടൻ എന്നെ വെറുത്തിടൂ. എൻ്റെ അവനിപ്പോൾ ഓർക്കുന്ന കൂടെ ഉണ്ടാവില്ല. അവനെ ഒന്ന് കണ്ടിട്ട് സംസാരിച്ചിട്ട് തന്നെ നാളുകൾ ഏറെയാകുന്നു. എനിക്കെന്തോ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എനിക്ക് മനസ്സിലാവും റാം, പക്ഷെ വിക്കി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഇതേക്കുറിച്ച് അവൻ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ അവൻ പറഞ്ഞ് തിരുത്തിയേനെ ഞാൻ. അവർ റാമിൻ്റെ കയ്യിൽ അമർത്തിക്കൊണ്ട് പറഞ്ഞു. അവൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അതിൽ അവൻ്റേതായ ശരികളുണ്ട് ഗീതു. സ്വന്തം അച്ഛൻ ആരാണെന്ന് അറിയാനുള്ള അവകാശം അവനുണ്ട്. അതാരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് അവന് ശത്രുവായി. അതിലവനെ തെറ്റ് പറയാൻ കഴിയില്ല. പക്ഷേ എൻ്റെ ഉള്ളിലെ വേദന എൻ്റെ അജുവിനെ ഓർത്താ. അവനുണ്ടാകിയും ഒരിക്കലിനോട് ക്ഷമിക്കില്ലടോ. കൂടെ ഉണ്ടായിരുന്ന ടൈമിൽ സന്തോഷവും സ്നേഹവും രണ്ടുപേർക്കും കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. കൊടുത്തതോ ജാതിയും വഞ്ചനയും. അവരിനി എന്നെ എങ്ങനെ സ്നേഹിക്കാനാ? ആ സ്നേഹം അനുഭവിക്കാനുള്ള യോഗ്യതയുണ്ടോ റാംദാസിന്? സൈഡിൽ നിന്നും കേട്ട ഗൗരവം നിറഞ്ഞ ആ ശബ്ദത്തിൽ റാമും ഗീതികയും ഒരുപോലെ അവിടേക്ക് നോക്കുമ്പോൾ കാണുന്നത് ചുണ്ടിൽ പൂച്ച ചിരിയോടെ നിൽക്കുന്ന ശ്രേഷ്ഠവനിയാണ്. ജാതിയും വഞ്ചനയും കൂടെ കൊണ്ട് നടക്കുന്ന തനിക്ക് എന്തിനാണോ ഇത്ര സെന്റിമെന്റ്സ്? പിന്നെ അർജുൻ, അവനെ നിങ്ങൾ വെറുക്കില്ല. വെറുക്കാൻ അവനെ കൊണ്ട് കഴിയില്ല. കാരണം അവൻ നിങ്ങളുടെ മകനായതുകൊണ്ടല്ല, നാട്ടിലുള്ള ഒരു ആനർജുനായതുകൊണ്ടാ. വിക്കി, നീ ആരോടെ ഈ സംസാരിക്കുന്നത്? നിന്റെ അച്ഛനോടാണെന്ന് ബോധമുണ്ടോ നിനക്ക്? ഗീതിക റാമിൻ്റെ അരികിൽ നിന്ന് എഴുന്നേറ്റ് ശ്രേഷ്ഠവന് നേരെ കയർത്തു. സത്യം പറയാൻ എനിക്കാരുടെയും മുഖം നോക്കേണ്ട കാര്യമില്ല. പിന്നെ അമ്മ എന്ത് കണ്ടിട്ടാ ഇയാളെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? വയറ്റിലൊരു ജന്മത്തെയും തന്നിട്ട് ഉപേക്ഷിച്ച് മറ്റൊരു ജീവിതം തേടിപ്പോയി ഇയാളെ സ്നേഹിക്കാൻ അമ്മക്ക് നാണല്ലേ? ശ്രേഷ്ഠവ് പുച്ഛത്തോട് അത് പറഞ്ഞു തീർന്നതും ഗീതികയുടെ കൈകൾ ശക്തമായി അവൻ്റെ കവളിൽ പതിഞ്ഞു. റാമൊരു ഞെട്ടലോർ അവർ ഇട്ടു നോക്കി. ഇനിയൊരു അക്ഷരം നീ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി മിണ്ടിയ ഇങ്ങനെയാവില്ല ഞാൻ പ്രതികരിക്കുന്നത്. കഴിഞ്ഞതെല്ലാം ഞാൻ മറന്നു കഴിഞ്ഞു. എനിക്ക് വന്ന നഷ്ടത്തിന് കണക്ക് ചോദിക്കാൻ എന്തായാലും എൻ്റെ മകൻ മെനക്കെടണ്ട. എല്ലാം ഇവിടെ കൊണ്ട് നിർത്തിയേക്കണം നീ. മൂർച്ചയേറിയ വാക്കുകളാൽ അവൾ അത്രയും പറഞ്ഞതും ശ്രേഷ്ഠവ് ദേഷ്യത്തോടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോ. ഗീത, താൻ എന്തേ ചെയ്തത്? അവനെന്തിനാ നീ തല്ലിയത്? അവനിനി എന്നോടുള്ള ദേഷ്യം കൂടുകയുള്ളൂ എന്ന് കരുതി അവൻ പറയുന്ന തോന്നിയാസെല്ലാം കേട്ട് നിൽക്കണം. കുറേയായി ഞാൻ ശ്രദ്ധിക്കുന്നു. ഇന്ന് മാറും നാളെ മാറുമെന്ന് കരുതിയ ഞാനാ വിഡി. ഇതുകൊണ്ട് അവൻ നന്നായിക്കോളും, അത് ഉറപ്പാ. റാം, കിടക്കാൻ നോക്ക്, നേരെ ഒരുപാടായി. ഗീതിക അത്രയും പറഞ്ഞ് ഡോറടച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് വന്ന് കിടന്നു. പക്ഷെ റാമിന് മാത്രം ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് അതിരാവിലെ ഉറക്കം എഴുന്നേറ്റ് ആദ്യക്ക് പുറത്തേക്ക് ഇറങ്ങാൻ എന്തെന്നില്ലാത്ത മടിയായിരുന്നു. കുറച്ചു നേരം ആ റൂമിൽ തന്നെ ചെലവഴിച്ച ശേഷം മോളെ കാണാതെ പറ്റാതെ ആയതും അവൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. ശൂന്യമായി കിടക്കുന്ന ഹാളും അടഞ്ഞു കിടക്കുന്ന മുൻവശത്തെ വാതിലും കണ്ട് അവൾ ചുറ്റും കണ്ണുകളാൽ പരതി. മോളൊരു നോക്ക് കണ്ടാൽ മതിയെന്ന വ്യഗ്രത കൊണ്ട് അവൾ എങ്ങോട്ട് പോകുമെന്ന് അറിയാതെ നിന്നു. എന്നാൽ ഈ നേരത്താണ് അടഞ്ഞു കിടന്ന വാതിൽ തുറന്ന് മാധവ് അകത്തേക്ക് വരുന്നത്. ഒരു വേള ആദിയുടെ കണ്ണുകൾ അവൻ്റെ നേർക്ക് നീണ്ടു. ഗൗരവമല്ല മുഖം, മറിച്ച് വല്ലാത്തൊരു ദേഷ്യമാണ്. മുറുകിയ മുഖവും ചുവന്ന കണ്ണുകളും കണ്ട് അവൾ ആ നിൽക്കുന്നു. മാധവ് മുന്നിൽ നിൽക്കുന്ന ആദിയെ കണ്ടെങ്കിലും കാണാത്ത ഭാവത്തിൽ വേഗത്തിൽ അകത്തേക്ക് കയറി ഡോറ് വലിച്ചടച്ചു. പ്രതീക്ഷിക്കാത്ത ശബ്ദത്തിൽ അവളൊന്ന് ഞെട്ടി. ആഹാ, താൻ എഴുന്നേറ്റായിരുന്നോ? റൂമിൽ നിന്നിറങ്ങി വന്ന് മാളു കാണുന്നത് ഹാളിൽ എങ്ങോട്ടോ നോക്കി നിൽക്കുന്ന ആദിയാണ്. മാളുവിൻ്റെ ശബ്ദം കേട്ടാണ് ആദ്യ തിരിഞ്ഞു നോക്കുന്നത്. തൻ്റെ അടുത്തേക്ക് വരുന്ന മാളുവിൻ്റെ കയ്യിലിരിക്കുന്ന ദിത്തുമോളെ കണ്ട് ആദ്യം ഓടിപ്പോയി മോളെ വാങ്ങി. കുഞ്ഞ് നേരത്തെ ഉണർന്നു. വിശക്കുന്നുണ്ടാവുമെന്ന് കരുതി ഞാൻ റൂമിൽ വന്ന് നോക്കിയപ്പോൾ ആദ്യം നല്ല ഉറക്കം. പിന്നെ കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നത് പാലിൽ കലക്കി കൊടുത്തു. കള്ളിപ്പെട്ട് അത് മുഴുവൻ കുടിച്ചു. മാളു ദിത്തുമോളുടെ കവിളിലൊന്ന് കുത്തിക്കൊണ്ട് പറയുമ്പോൾ സ്ഥിരം കള്ളച്ചിരി ചിരിക്കാനും പെണ്ണ് പറഞ്ഞില്ല. എന്നാൽ അത് കേട്ട് നിന്ന് ആദിയുടെ കണ്ണുകൾ നിറയുകയാണ് ചെയ്തത്. അവൾ നന്ദിയോടെ മാളുവിനെ നോക്കി കൈകൂപ്പി. അയ്യേ, എന്തേ കാണിക്കണേ? എൻ്റെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടുട്ടോ ഇങ്ങനെയൊക്കെ ചെയ്താ. മാളു ശാസനയോട് അതുകൂടെ പറഞ്ഞത് മാതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. ഒരു വേള മാളൊന്ന് ഞെട്ടിയെങ്കിലും
ശബ്ദം പുറത്തേക്ക് വരാതെയുള്ള ആ കരച്ചിൽ തന്നെ നെഞ്ചിലേക്ക് തുളഞ്ഞു കയറുന്നതായി തോന്നി അവൾക്ക്. മാളുവിൻ്റെ കണ്ണുകൾ പോലും നിറഞ്ഞൊഴുകി. അവൾ അതിവേഗത്തിൽ ആദിയെ തന്നോട് ചേർത്ത് പിടിച്ചു. ഒരു വിഷമവും വേണ്ട, ആരില്ലെങ്കിലും ചേച്ചിയുണ്ട് നിന്റെ കൂടെ. വല്ലാത്തൊരുറപ്പിനൊപ്പം അതൊരു വാഗ്ദാനം കൂടിയായിരുന്നു. ആ ചുവരിനപ്പുറം നിന്ന മാധവിൻ്റെ ചുണ്ടിൽ മെല്ലൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. എന്തായാലും ആ ശല്യം ഒഴിഞ്ഞു പോയതോട് നീ സന്തോഷിക്കും നീരജ്. ഇല്ലെങ്കിൽ നമ്മുടെ കാര്യമാണ് അവതാരത്തിലാകുന്നത്. ഒരുപാട് നാളൊന്നും എനിക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇപ്പം തന്നെ ഇവിടെ എല്ലാവർക്കും നല്ല സംശയമുണ്ട് നമ്മുടെ കാര്യത്തിൽ. ഗായത്രി അടുത്തിരിക്കുന്ന നിരഞ്ജന്റെ തോളിലൊന്ന് കയ്യമർത്തിക്കൊണ്ട് പറയുമ്പോൾ അവൻ അവിടെ നിന്ന് നോക്കി. നീ എന്താ ഉദ്ദേശിക്കുന്നത്? വേറൊന്നുമല്ല, നീ എത്രയും വേഗം എന്നെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇവിടെ നിൽക്കും തോറും എന്നെ വിവാഹത്തിന് നിർബന്ധിച്ചുകൊണ്ടിരിക്കും. നീ ഇല്ലാതെ എനിക്ക് വയ്യ മറ്റൊരു തന്നെ മുന്നിൽ. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചോരം ചാഞ്ഞു. എന്തായാലും നീ റെഡിയായിക്കോ, നമുക്ക് പോകാം. അത് കേൾക്കവൾ കണ്ണുകൾ കൊടുത്തി അവനെ നോക്കി. സത്യമാണ് നിരഞ്ജൻ? അതേടി പെണ്ണേ, ആ മാനം ഒഴിഞ്ഞു പോയ സ്ഥിതിക്ക് എനിക്ക് നീ ആരെയും നോക്കേണ്ട കാര്യമല്ല. അതുകൊണ്ട് നീ വേഗം റെഡിയായി വാ, നമുക്ക് ഇപ്പം തന്നെ പോകാം. അത് കേൾക്കേണ്ട താമസം ഗായത്രി വേഗം റെഡിയാകാനായി പോയി. തൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാതെ തലകുനിച്ചിരിക്കുന്നവളെ മാളൊരു വേദനയോടെ നോക്കി. കണ്ണുകൾ നിർത്താതെ പെയ്യുന്നുണ്ട്. മുഖം താഴ്ത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ കരയുന്നു എന്നതിന് തെളിവായ ആ ശരീരം പോലും മുലയുന്നു. എന്തെങ്കിലും ഒന്ന് പറയാതെ തന്നെ ഞങ്ങൾ ഒരിക്കലും കൂടെ വരാൻ നിർബന്ധിക്കില്ല. പക്ഷേ താനായിട്ട് വന്ന ഇരു കൈ നീട്ടി തന്നെ സ്വീകരിക്കുകയും ചെയ്യും. ആദ്യമെല്ലാം മുഖം വീഴ്ത്തി ഒന്ന് നോക്കി. അത് കണ്ട് അത്രയും നേരം മൗനം പാലിച്ചെന്ന് അർജുൻ സംസാരിച്ചു തുടങ്ങി. തൻ്റെ മനസ്സിലെ ചിന്തകളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു പരിചയമില്ലാത്ത 3 പേര്, അതും ദിവസങ്ങളുടെ മാത്രം കണ്ടുപിടില്ല. ആ അപരിചിതരോടൊപ്പം വരാൻ തനിക്ക് എന്തായാലും ഭയം കാണും. പക്ഷേ ഒരു കാര്യത്തിൽ തനിക്ക് ഞങ്ങളെ വിശ്വസിക്കാം, ചതിക്കില്ല. കൂടെ വന്നാൽ ഞങ്ങളിൽ ഒരാളായി തന്നെ തനിക്കും കഴിയാം. അർജുൻ പറഞ്ഞു നിർത്തുമ്പോൾ ആദി വേഗം കൈകൾ കൊണ്ട് അവളുടേതായ രീതിയിൽ അവരോട് പറഞ്ഞു. ഒറ്റയ്ക്ക് ഈ കുഞ്ഞിനെയും കൊണ്ട് താനിവിടെ സേഫാണെന്ന് തോന്നുന്നുണ്ടോ? ഒന്നുമില്ലെങ്കിലും അതൊരു പെൺകുട്ടിയല്ലടോ. അത് കേട്ടതും ഒരു വേള ആദിയുടെ മനസ്സിലൊരു കൊള്ളിയാൻ മിന്നി. ദിത്തുമോളിൽ അവളുടെ കൈകൾ മുറുകി. താൻ എന്തായാലും മനസ്സിരുത്തി ആലോചിക്ക്. ഞങ്ങൾ കുറച്ച് ദിവസം കൂടെ ഇവിടെ ഉണ്ടാവും. അതിനുള്ളിൽ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. വാ അർജുൻ. മാളു അർജുനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ദേ, വേണ്ടുന്നെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ ഇറങ്ങുവാ. റൂമിലെ ബെഡിലിരുന്ന് കാര്യമായ വർക്കിലാണ് ശ്രേഷ്ഠവ്. ഈ നേരമാണ് ഹിമ ഡോറ് തുറന്ന് അകത്തേക്ക് വന്നുകൊണ്ട് അത് പറഞ്ഞത്. അത് കേട്ട് ശ്രേഷ്ഠവ് പല്ല് കടിച്ച് അവളെ നോക്കി. തമ്പുരാട്ടിയെ ഞാനിങ്ങോട്ട് ക്ഷണിക്കുന്നതേ എനിക്ക് വെച്ചുണ്ടാക്കി തരാൻ മാത്രമല്ല, എനിക്ക് വേണം തോന്നും എൻ്റെ കൂടെ കിടക്കാൻ കൂടെയാണ്. ഈ ഇടയായിട്ട് മേടത് മറന്നു പോകുന്നെന്ന് തോന്നുന്നു. ഞാൻ മറന്നിട്ടൊന്നുമില്ല. സാറ് പിന്നെ താല്പര്യം കാണിക്കാത്തതിന് ഞാൻ എന്തോ ചെയ്യാനാ? ഏത് നേരവും അതിൻ്റെ അകത്ത് തലയും കുത്തി കിടപ്പല്ലേ? ഹിമ അവനെ നന്നായൊന്ന് പുജിച്ചുകൊണ്ട് തിരിയാൻ നിന്നതും പെട്ടെന്ന് കണ്ണിലിട്ട് കയറുന്നതായി തോന്നി അവൾക്ക്. ഒരു ബലത്തിനെന്നോണം അവൾ ചുമരിൽ വിരലമർത്തി. ശ്രേഷ്ഠ! ഇടർച്ചയോടെ അവനെ വിളിച്ച് തീരും മുന്നേ ബോധം മറന്നവൾ നിലത്തേക്ക് ആഞ്ഞുപോയി. അക്ഷമയോടെ റൂമിന് പുറത്തു നിൽക്കുമ്പോൾ ശ്രേഷ്ഠവിൻ്റെ ഉള്ളിൽ സംഘർഷങ്ങളുടെ ഒരു പിടിവലി തന്നെ നടക്കുകയായിരുന്നു. ഒടുവിൽ റൂമിൻ്റെ ഡോറ് തുറക്കപ്പെടുമ്പോൾ അവൻ സോഫയിൽ നിന്ന് വേഗത്തിൽ എഴുന്നേറ്റു. ഡോക്ടർ, അവൾക്ക് എന്താ പറ്റിയത്? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടോ? അവൾ ഓക്കെ അല്ലേ? ശ്വാസം പോലും വിടാതെയുള്ള ആ ചോദ്യങ്ങൾ കേൾക്കെ കണ്ണും പിടിച്ചാണ് ഹിമ പുറത്തേക്ക് വന്നത്. എങ്കിലും ഇതൊക്കെ കേട്ട് ഡോക്ടർ നീരജയ്ക്ക് ചിരിയായിരുന്നു. മിസ്റ്റർ ശ്രേഷ്ഠവ്, താൻ ടെൻഷനാകും പോലെ ഈ കുട്ടിക്കൊരു പ്രോബ്ലം ഇല്ല. പിന്നെ ചെറിയൊരു വിശേഷം ഉണ്ടെന്ന് മാത്രം. ശ്രേഷ്ഠവ് ഒരു വേള ഹിമയിലേക്ക് കണ്ണും മാറ്റുമ്പോൾ അവിടെ വിവേചിച്ചറിയാൻ കഴിയാത്ത ഭാവമാണ്. ഈ കുട്ടി തൻ്റെ വൈഫല്ലേ? നീരജ് ഡോക്ടറിൻ്റെ ആ ചോദ്യത്തിന് അവളെ തന്നെ നോക്കിക്കൊണ്ട് അവൻ മെല്ലെ തലചലിപ്പിച്ചു. എന്നാലേ വൈഫ് പ്രഗ്നൻ്റ് ആണ്. യു ആർ ഗോയിങ് ടു ബി പാരൻസ്. നിറഞ്ഞ ചിരിയോടെയുള്ള ആ വെളിപ്പെടുത്തൽ ശ്രേഷ്ഠവിലൊരു ഞെട്ടലും വരുത്തിയില്ല എന്ന് ഹിമയുടെ കണ്ണുകൾ ഒപ്പിയെടുത്തു. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഇപ്പം പ്രത്യേകിച്ച് ഒരു ടാബ്ലറ്റ് ഒന്നും എഴുതുന്നില്ല. പക്ഷേ 2 ദിവസത്തിനുള്ളിൽ രണ്ടാളും കൂടെ ഹോസ്പിറ്റലിൽ എത്തിയേക്കണം. അതുപോലെ നല്ല കെയർ വേണം. വെയിറ്റ് ഒന്നും എടുക്കരുത്. സമയത്ത് ഉറങ്ങണം, റെസ്റ്റ് വേണം. ഷുവർ ഡോക്ടർ. അവർക്കിരുവർക്കും ഒരു ചിരി കൈമാറിക്കൊണ്ട് അവർ പുറത്തേക്ക് പോയി. എന്താണ് ശ്രേഷ്ഠവ് സാർ, ഒരു ഞെട്ടൽ പോലും ഇല്ലല്ലോ മുഖത്ത്? ഇരു കൈയും മാറിൽ പിടിച്ചു കെട്ടി ഹിമ അവന് മുന്നിൽ വന്നെന്ന് ചോദിക്കുമ്പോൾ ശ്രേഷ്ഠവ് അവളെ നോക്കി ഒന്ന് പൂജിച്ചു.
ഉണ്ടാക്കാൻ അറിയെങ്കിലേ അതെപ്പോൾ വരുമെന്ന് എനിക്കറിയാം. പിന്നെ ഞെട്ടിക്കളിക്കാൻ നീയല്ല ഞാൻ. തീകൻ 1.5 പുച്ഛം കൈമാറിക്കൊണ്ട് ശ്രേഷ്ഠവ് തിരിഞ്ഞു നടക്കുമ്പോൾ ഹിമ ചുണ്ടു കൂട്ടിക്കൊണ്ടവനെ പിന്നാലെ പോയി. ഡേ, നീ എങ്ങോട്ടാ? തിരക്ക് പിടിച്ച് കിച്ചണിലേക്ക് കയറുന്നവളെ കണ്ട് അവൻ പുറകെ നിന്ന് വിളിച്ച് ചോദിച്ചു. ഉണ്ടാക്കി വെച്ചതിന് എടുത്ത് കഴിക്കുന്ന ശീലം സാറിനില്ലല്ലോ, ഏത് ടേബിളിൽ കൊണ്ടുവെക്കാൻ ഞാൻ? അത് കേട്ട് പല്ല് കടിച്ചുകൊണ്ട് അവൻ അവൾക്ക് അരികിലായി വന്നു. ഡോക്ടർ ഈ സമയത്ത് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞ് മേഡം മറന്നോ? അല്ല, അത് പിന്നെ ഒരു പിന്നെയില്ല, പോയിരിക്കടി അവിടെ. അവൻ്റെ ആ അലർച്ചയിൽ ഹിമ വേഗം ഡൈനിങ് ടേബിളിൽ പോയിരുന്നു. ശേഷം ശ്രേഷ്ഠവ് തന്നെയാണ് രണ്ടുപേർക്കുള്ള ഫുഡ് കൊണ്ടുവന്നതും സെർവ് ചെയ്തതും. അവനിലെ പുതുഭാവങ്ങൾ അവൾ ആസ്വദിക്കുമ്പോൾ താൻ എടുത്തണിഞ്ഞ ഗൗരവത്തിനുള്ളിൽ അവനും ആസ്വദിക്കുകയായിരുന്നു അവർക്കിടയിലെ പുതുമാറ്റങ്ങൾ. ശ്രീധരേട്ടാ, കഴിക്കാൻ വരുന്നില്ലേ? ഉമ്മർത്തിരിക്കുന്ന ശ്രീധരൻ്റെ അടുത്തേക്ക് വന്നിരുന്ന സിന്ധു പുറത്ത് രാത്രിയുടെ ഇട്ട് ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. കഴിക്കാം, ഇപ്പം എന്തോ വിശപ്പ് തോന്നണില്ല. എന്ത് പറ്റി? 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, എന്തോ ഒരു മാറ്റം പോലെ. അവരുടെ ആ വാക്കുകളിൽ നേരിയ ആദ്യ കലർന്നിരുന്നു. അറിയില്ലടോ, മോളെ കാണാൻ തോന്നുന്നു. ഇവിടുന്ന് പോയതി പിന്നെ അവളെ കണ്ടില്ലല്ലോ. മാത്രല്ല, പോയി കാണാൻ അവളിപ്പോൾ ഇവിടെ ഇല്ലല്ലോ. അതാണോ കാര്യം? അവൾ ഇന്ന് വിളിച്ചപ്പോൾ കൂടെ പറഞ്ഞതല്ലേ മടങ്ങി വന്ന ഉടനെ ആദ്യം വരുന്നത് ഇവിടേക്കാകുമെന്ന്. പിന്നെ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ കൂടി ഇല്ല ശ്രീധരേട്ടാ. അതിനയാളിൽ നിന്നും ഒരു ദീർഘനിശ്വാസം മാത്രമായിരുന്നു മറുപടി. ഉടനെ തന്നെ മടങ്ങുന്ന അവൾ ഇന്ന് പറഞ്ഞത്. വന്നാൽ ഉടനെ പുന്നാര മോൾ ഇവിടെ ഹാജർ വെക്കും. എന്താ അതുപോലെ? അത് കേട്ട് ശ്രീധരനൊന്ന് ചിരിച്ചു. അതോടൊപ്പം അയാളുടെ കണ്ണുകളും ചുമലിലും അയ്യവിൻ്റെ ചിത്രത്തിലേക്ക് നീണ്ടു. ആ മുഖവും അന്നേരം ചിരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കാതെ ഞാൻ ചോദിച്ചതിന് മറുപടി പറയും മാധവ്. ഒന്നും മിണ്ടാതിരിക്കുന്ന മാധവനെ കണ്ട് അർജുൻ ശബ്ദം ഉയർത്തുമ്പോൾ അവൻ കലിയോട് അർജുനെ നോക്കി. മോൻ കൂടുതൽ നോക്കി പേടിപ്പിക്കണ്ട, എനിക്ക് വേണ്ടത് നിന്റെ റീപ്ലേ ആണ്. എൻ്റെ അർജുൻ, ആ കുട്ടിക്ക് സമ്മതമാണെങ്കിൽ നമ്മുടെ കൂടെ വരുന്നതിൽ എനിക്കൊരു വിരോധമില്ല. പക്ഷേ അതൊരിക്കലും അവളെ നിർബന്ധിച്ചുകൊണ്ടാവരുതെന്ന് ഞാൻ പറഞ്ഞോളൂ. അവൾ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല. സമ്മതമാണെങ്കിൽ കൂടെ വരാം, ഇല്ലെങ്കിൽ ബാക്കി അവൾ പറയും പോലെ. അത് കേട്ട് മാധവന്റെ മുഖമൊന്ന് തെളിഞ്ഞു. അതെ, രാമലക്ഷ്മണന്മാരിങ്ങനെ വഴക്ക് കൂടണ്ട, അവൾ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. എന്ത്? അർജുനും മാധവും ഒന്നിച്ചാണെന്ന് ചോദിച്ചത്. അർജുൻ മാധവനൊന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ അവൻ വല്ലാത്തൊരു പതർച്ചയോടെ വേഗം മുഖം മാറ്റി. ആദ്യം എത്തുമ്പോഴും നമ്മുടെ കൂടെ വരുന്നു. വാള അതീവ സന്തോഷത്തിലാണെന്ന് പറഞ്ഞത്. അർജുനിലൊരു പുഞ്ചിരി വിരിയുമ്പോൾ മാധവ് തൻ്റെ പുഞ്ചിരി സമർത്ഥമായി മറച്ചു പിടിച്ചു. ഇനി സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്ന് പോട കോപ്പേ. മാധവ് പിന്നെ അവിടെ നിൽക്കാതെ വേഗം അകത്തേക്ക് കയറിപ്പോയി. അർജുൻ, എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. എൻ്റെ മോളാവില്ലെങ്കിലും അവളെ വീണ്ടും എനിക്ക് തിരിച്ചു കിട്ടിയ പോലെ ഒരു തോന്നല്. എനിക്ക് മനസ്സിലാവും നിന്റെ ഫീലിങ്സ് മാളവിക. അത് പറയുന്നതിനൊപ്പം അർജുൻ അവളെ മെല്ലെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. മാധവും മാതിയും തമ്മിൽ ഒന്നിക്കുമോ? കാത്തിരുന്ന് കാണാം.